നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവസാനമായി മക്കൾക്ക് കാണാൻ പോലും സാധിക്കാതെ, ഒന്ന് തൊടാൻ പോലും സാധിക്കാത്ത തരത്തിലായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട രാധയുടെ ശരീരം കണ്ടെത്തിയത്. വലിയ പ്രതിഷേധമായിരുന്നു പിന്നാലെ ഉയർന്നു കേട്ടത്. ശരീരത്തിന്റെ പകുതിയോളം ഭാഗങ്ങൾ കടുവ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ ഇന്ന് ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം നാട്ടുകാരടക്കം വലിയ ആഘോഷമാണ് നടത്തുന്നത്. പടക്കം പൊട്ടിച്ചൊക്കെയാണ് നാട്ടുകാർ ആഘോഷം നടത്തുന്നത്. കാരണം ഭീതിയോടെ അവർ കഴിയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. കടുവയുടെ കഴുത്തിലെ ആഴമേറിയ 4 മുറിവുകളാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് മരണം സംഭവിച്ചതെന്നും വനവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാഷണൽ ടൈഗർ അതോറിറ്റിയുടെ രീതി അനുസരിച്ച് കടുവയുടെ സംസ്കാരം നടത്തും. അതേസമയം തന്നെ തുടക്കം മുതൽ ഈ കടുവയുടെ ശരീരം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ ഇത് രാധയെ ആക്രമിച്ച കടുവ തന്നെയാണോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വയറ്റിൽ നിന്ന് കൊല്ലപ്പെട്ട സ്ത്രീ ധരിച്ച ഷർട്ടിന്റെ ബട്ടൺസ്, കമ്മൽ, മുടി എന്നിവ കണ്ടെടുത്തിട്ടുണ്ടെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉൾവനത്തിൽ മറ്റൊരു കടുവയുമായി ഉണ്ടായ ഏറ്റുമുട്ടലാണ് നരഭോജി കടുവയ്ക്ക് മുറിവേറ്റത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുപ്പാടിയിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർ മടങ്ങി. ഇന്ന് പുലർച്ചെ 12:30 പിലാക്കാവിന് സമീപം 3 റോഡ് എന്നയിടത്ത് ആദ്യം കടുവ എത്തിയിരുന്നു. ഇവിടെ വെച്ച് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ദൗത്യ സംഘം മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് പുലർച്ചെ 2:30 വീണ്ടും കടുവയെ കണ്ടെത്തുകയും അതിനെ പിടികൂടാൻ ദൗത്യ സംഘം ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടെ കടുവ അവശ്യ നിലയിലാണെന്ന് സംഘത്തിന് മനസ്സിലായി. വൈകാതെ ഒരു വീടിനടുത്തുള്ള പറമ്പിൽ ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതിനിടയിൽ പഞ്ചാരക്കൊല്ലിയിൽ ഇനിയും കടുവയുണ്ടോ എന്ന സംശയവും വനവകുപ്പിനുണ്ട്. പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾ ഇനിയും ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ബത്തേരിയിലും കടുവയുടെ സാന്നിധ്യം ഉള്ളതായി നാട്ടുകാർ വനംവകുപ്പിനെ അറിയിച്ചിരുന്നു. ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ വനംവകുപ്പ് പരിശോധന നടത്തിയിരുന്നു. പിലാക്കാവിൽ റോഡിന്റെ ഓരത്ത് വീടുകൾക്കടുത്താണ് രാത്രി കടുവയെ കണ്ടത്. മയക്കുവെടി വെച്ചെങ്കിലും കടുവ ഓടി മാറിയതായി ദൗത്യ സംഘത്തലവൻ ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞിരുന്നു. കടുവയെ കൊല്ലാനായി വെടിവെച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബേസ് ക്യാമ്പിൽ എത്തിച്ച കടുവയുടെ ജഡം പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായിട്ടാണ് കുപ്പാടിയിലേക്ക് എത്തിച്ചത്. 4 ദിവസത്തിനിടെ 2 തവണയാണ് കടുവ മനുഷ്യനെ ആക്രമിച്ചത്. രാധ എന്ന സ്ത്രീയെ ആക്രമിച്ചു കൊന്ന കടുവ ഇന്നലെ ദൗത്യ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ ജയസൂര്യയുടെ മേൽ ചാടി വീണിരുന്നു. തലധാരയിഴയ്ക്കാണ് ജയസൂര്യ രക്ഷപ്പെട്ടത്. പിന്നിലൂടെ ആക്രമിച്ച കടുവയെ ഷീൽഡ് കൊണ്ട് തടയുകയായിരുന്നു. കടുവയുടെ നഖം കൊണ്ട് അദ്ദേഹത്തിന്റെ വലത് കൈക്ക് പരിക്കേറ്റ് ചികിത്സയിലാണ്. ഷാർപ്പ് ഷൂട്ടർമാരടക്കമുള്ള സംഘമാണ് ദൗത്യത്തിന്റെ ഭാഗമായത്. ചട്ടങ്ങൾ പറഞ്ഞു വൈകിപ്പിക്കാതെ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കടുവയെ കണ്ടാൽ വെടിവെച്ച് കൊല്ലുന്ന നടപടിയിലേക്ക് വനംവകുപ്പ് കടന്നത്.